ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നൊരു അടിപൊളി കിടക്കാച്ച ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. നമ്മുടെ പല്ലൊക്കെ മുല്ലപ്പൂ വല്ലാക്കി എടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ട് തരുന്നതാണ്. പല്ലിലെ മഞ്ഞ കറയൊക്കെ ഉള്ളത് നന്നായിട്ട് മാറി കിട്ടും. പിന്നെ നമ്മുടെ മോണയെന്ന് പറഞ്ഞാൽ മേളത്തെ ഭാഗം, പല്ലിൻ്റെ മേളത്തെ ഭാഗം അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് ചെയ്താൽ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോഴേ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ പല്ലിനെയൊക്കെ നല്ല മുല്ലപ്പൂ വല്ലാക്കണം. ഇന്ന് നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട്, രാവിലെയും വൈകിട്ടൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുന്നവരാണ് എങ്കിൽ തന്നെ ഇത് നമ്മുടെ പല്ലിലെ ചിലർക്കൊക്കെ മഞ്ഞക്കറയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറാൻ ഇത് സൂപ്പർ ഒരു അടിപൊളി ടിപ്പാണ് ടച്ച് പറഞ്ഞു തരാം. അപ്പോൾ വേണ്ടത് ഒരു 4 കൂട്ടം ഐറ്റം മാത്രം മതി. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള 4 കൂട്ടം ഐറ്റങ്ങൾ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സുപ്പുവിൻ്റെ സാമ്പാറിനകത്ത് തക്കാളിയുടെ കുറവുണ്ടോ? ഇല്ല, തക്കാളിയുടെ കുറവൊന്നുമില്ല. നമുക്ക് കുറച്ച് തക്കാളി വേണം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മുടെ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പുപൊടി, പിന്നെ ഒരു പിഞ്ച് നമുക്ക് സോഡാപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് തക്കാളിയുടെ ആ കുരുവും ഇതെല്ലാം കൂടെ നമുക്ക് എടുക്കാം. ജ്യൂസ് മാത്രമല്ല, തക്കാളിയുടെ ആ പൾപ്പും എല്ലാം കൂടെ നമുക്ക് എടുക്കാം. എടുത്തിട്ടുണ്ട്. കുറച്ച് മതിയല്ലോ, കുറച്ച് മതി. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി. സൂപ്പറാണ് ഇത് കേട്ടോ. നന്നായിട്ട് മഞ്ഞക്കറയുള്ളത് പോകും. നിങ്ങൾ ചെയ്ത് നോക്ക്. തുടർച്ചയായിട്ടൊക്കെ ആഴ്ചയിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതേ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പുപൊടി, ഉപ്പും ആവശ്യത്തിന്. ഒത്തിരി അങ്ങോട്ട് നമുക്ക് തേക്കാൻ പറ്റത്തില്ലല്ലോ. ആവശ്യത്തിന് നമുക്ക് ഉപ്പുപൊടി. ഒരു അടിപൊളി ടിപ്പാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സോഡാപ്പൊടിയും കൂടെ ഒരു പിഞ്ച് നമുക്ക് കൊടുക്കാവും. ഒത്തിരി വേണ്ട. ഇത്ര ഞാൻ എടുക്കുന്നതെന്നും പറഞ്ഞ് ഒരു പിഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് എന്ന് പറയുമ്പോൾ ഒരു നുള്ള് പിഞ്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളിയുടെ നീരും കൊണ്ട് നമ്മുടെ ഇതങ്ങ് മിക്സ് ആയിക്കോളും. എന്നിട്ട് നിങ്ങൾ ബ്രഷ് വെച്ചല്ല നമ്മളിത് ചെയ്യേണ്ടത്. നമ്മൾ രാവിലെ വൈകിട്ട് ബ്രഷ് വെച്ചാണ് പല്ല് തേക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പം ഞാൻ പല്ല് തേച്ച് കാണിക്കുന്നതല്ല. ചിലർക്കൊക്കെ എനിക്ക് തന്നെയും അങ്ങനെ ചിലർ വീഡിയോയ്ക്കകത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, പല്ല് തേച്ച് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം, ചെയ്യുന്ന വിധവും ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം ഇത് കേട്ടോ. രാവിലെയോ രാത്രിയിലോ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അടുപ്പിച്ച് ചെയ്ത് നോക്ക്. നന്നായിട്ട് മഞ്ഞക്കറയൊക്കെ പോകും. ഇതാണ് സംഭവം. ഇത് നമ്മൾ നന്നായിട്ട് കുളിക്കുക. അത് നമ്മൾ പല്ല് തേക്കുമ്പോൾ എന്തായാലും ബ്രഷും വായുവും എല്ലാം കുളിക്ക് തുപ്പി കളഞ്ഞിട്ടാണല്ലോ നമ്മൾ പല്ല് തേക്കുന്നത്. ഇത് കുറച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ആദ്യം മേളത്തെ ഇങ്ങനെ തേക്കണം. പിന്നെ താഴത്തെ ഇത് നമ്മൾ തേക്കണം. പിന്നെ എന്നിട്ട് നമ്മുടെ മോണഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇവിടെ നമ്മൾ ഇതുകൊണ്ട് നന്നായിട്ട് തേക്കണം. ഈ തുറന്ന് കാണിക്കും. നമ്മുടെ പല്ലിന് മേൽഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇത് വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് എടുക്കണം കേട്ടോ.
ഞാൻ തേച്ച് കാണിക്കുന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ, നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. പല്ലിലുള്ള മഞ്ഞക്കറകളെല്ലാം പാടേ മാറ്റും ഈ ഒരു സംഭവം. ഇത് മാത്രം മതി. നമുക്ക് ഒരുപാട് ടിപ്പുകളുണ്ട്, പക്ഷേ ഇത് നമുക്ക് തോന്നുമല്ലോ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പല്ലൊക്കെ നോക്കുമ്പോൾ ചിലപ്പം നമുക്ക് നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മഞ്ഞ കളറായിട്ടൊക്കെ, പിന്നെ പ്രായമൊക്കെ ആകുമ്പം ചില ഇതൊക്കെ വരുമ്പം നമുക്ക് പല്ലിന് കളർ വ്യത്യാസങ്ങളുമൊക്കെ വരും. അതിപ്പോൾ ആരുടെയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം, ഈ ഒരു വിദ്യ നിങ്ങൾ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പല്ലിനെ നല്ല സുന്ദരപ്പെട്ട മുല്ലപ്പൂ പല്ലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേച്ച് കാണിക്കുന്നില്ല കേട്ടോ, തേച്ച് കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ. ആദ്യം നന്നായിട്ട് ഇത് കയ്യിലിങ്ങനെ എടുത്തിട്ട് മേളിൽ ആദ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തേക്കുക. സാധാരണ നമ്മൾ പല്ല് തേക്കുന്ന പോലെ മുക്കിരിയാക്കിയിട്ട് നമ്മൾ പല്ല് തേക്കത്തില്ലേ, നമ്മുടെ മക്കൾക്കും കൊടുക്കും കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ നന്നായിട്ടൊന്നും പല്ലൊന്നും തേക്കത്തില്ല. അവരെയും കൊണ്ടും ഇതൊക്കെ ചെയ്ത് കൊടുക്കുക. പല്ലുന്തുന്നത് നമ്മൾ പണ്ടൊക്കെ പറയായിരുന്നു, കുഞ്ഞുമക്കളുടെ പല്ലൊക്കെ ഫ്രണ്ടിലോട്ട് ഉന്തി വരുമ്പോൾ മുക്കിയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണേന്ന് നമ്മൾ പറയുമായിരുന്നല്ലേ. അപ്പോൾ അതുമാതിരി തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അന്നേരം പല്ലിലുള്ള കറകളൊക്കെ അവരൊക്കെ നന്നായിട്ട് ബ്രഷ് കുഞ്ഞുങ്ങൾ പെട്ടെന്നൊക്കെ അങ്ങ് ബ്രഷ് ചെയ്തങ്ങ് പോകും. പക്ഷേ അത് നമ്മുടെ അമ്മമാരുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വലിയ കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കുക. ഒത്തിരി പേർക്ക് കാണും പല്ലിലെ മഞ്ഞക്കറയൊക്കെ ഉള്ളവർക്ക്, ഒരുപാട് പേർക്ക് കാണും. അപ്പോഴതൊക്കെ പല്ലിലെ മഞ്ഞക്കറയൊക്കെ പോകാൻ നല്ലതാണ്. പല്ല് എപ്പോഴും നല്ല മുല്ലപ്പൂ പല്ലായിട്ട് ഇരിക്കും കേട്ടോ. ഈ ഒരു വിദ്യ നിങ്ങൾ ചെയ്ത് നോക്കാൻ തീർച്ചയായിട്ടും നല്ല കിടു റിസൾട്ട് കിട്ടുന്നതാണ്. എൻ്റെ വലിയ കുഴപ്പമില്ലാത്ത പല്ലാണ് കേട്ടോ. ചിലർ നമ്മുടെ പല്ലൊക്കെ ശ്രദ്ധിക്കുക, നിരയുള്ള പല്ല്, അടുപ്പിച്ചിരിക്കുന്ന പല്ലാണ്. ചിലതിങ്ങനെ ഉന്തിയ പല്ല് കാണും. എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ എൻ്റെ പല്ലിന്. നമ്മളിങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ വിദ്യ ഒന്ന് ചെയ്ത് നോക്കും. പല്ലിലെ കറയിടുന്നിട്ട് തേച്ചൊക്കെ കഴിഞ്ഞ് പല്ലിലെ കറയൊക്കെ മാറിയിട്ട് സുപ്പനോട് പറയണം കേട്ടോ. എന്തായാലും നിങ്ങൾ റിസൾട്ട് എന്നോട് പറയണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ പോയി നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാറുണ്ടല്ലോ, നമ്മളൊക്കെ ഡെന്റിസ്റ്റിനെ കണ്ട് നമ്മൾ പല്ലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അവിടെയൊക്കെ മാസത്തിലൊക്കെ പോയി നമ്മുടെ പല്ലൊക്കെ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അവിടെയും നിങ്ങൾ പോയിക്കോളൂ, കുഴപ്പമില്ല. അവർക്കും പൈസ വേണ്ടേ, അവരും വെറുതെ ഇരിക്കുമല്ലേ, നമ്മുടെ നോക്കിയാലല്ലേ അവർക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പോഴവിടെ നമുക്ക് മാസത്തിലൊക്കെ പോയി നമ്മുടെ പല്ലൊക്കെ ക്ലീൻ ചെയ്യാം. ഈ മുറുക്കുന്നവരും ചിലരൊക്കെ ഇങ്ങനെ മുറുക്കുമല്ലോ, പിന്നെ ഒരുപാട് മുറുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഈ ചുവപ്പൻ കളറൊക്കെ വരും. പക്ഷെ അതൊന്നും മാറ്റാനൊക്കത്തില്ല. മുറുക്കാത്തവരുടെയൊക്കെ നമ്മൾ മുറുക്കൊന്നുമില്ല. മുറുക്കാത്ത അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെയൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. പക്ഷെ കഴിഞ്ഞാൽ ആ കറയെല്ലാം നമ്മുടെ പല്ലിലങ്ങ് പിടിക്കാം. അതിങ്ങനെ പിന്നെ ചെയ്തിട്ടൊരു കാര്യമില്ല, അങ്ങനെയൊന്നും മാറത്തില്ല കേട്ടോ. അല്ലാതെ നമ്മളീ മുറുക്കൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെയൊക്കെ ചെറുപ്പക്കാർ, പ്രായമുള്ളവരും കാണും, മുറുക്കാത്തവർ, അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. പല്ലിലെ കറയൊക്കെ മഞ്ഞക്കറ പോലെ നല്ലതാണ്. പിന്നെ നല്ല ക്ലീനാകും, വെട്ടിത്തരവും കേട്ടോ. നല്ല വെളുപ്പാവും പല്ല്, നല്ല വെളുത്ത കളറാകും. മുല്ലപ്പൂ പല്ലാക്കി നമുക്ക് എടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. സൂപ്പർ അടിപൊളി കിടുക്കാച്ചി ടിപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കൂ. നമ്മുടെ വിരൽ വെച്ച് തന്നെ നിങ്ങൾ ചെയ്യാനും നോക്കണം, ബ്രഷ് വെച്ചല്ല, വിരൽ വെച്ച് തന്നെ നന്നായിട്ട് ഫുൾ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് കുലുക്കി തുപ്പി കളയുക. നാക്കും പഠിക്കുക കേട്ടോ. ഇത് തേച്ചിട്ട് നാക്ക് പഠിക്കാതിരിക്കരുത്, നാക്കെല്ലാം മഞ്ഞക്കളറാവും. അപ്പോൾ എന്തായാലും ചെയ്യും, നാക്കം മടിച്ച് കളയുക. അപ്പോഴേ നല്ലൊരു ടിപ്പല്ലേ, സൂപ്പർ. ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി റിസൾട്ടാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, അടിപൊളി റിസൾട്ടാണ്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ കുഞ്ഞൊരു ടിപ്പായിരുന്നു പറഞ്ഞു തന്നെ. പുറത്ത് മഴയൊക്കെ പെയ്യുന്നതായിട്ട് വെട്ടമില്ലാതെ ഞാനിന്ന് നമ്മുടെ മുറിക്കകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരാം. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും എളുപ്പത്തിന് വേഗം ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. എല്ലാവരും ചെയ്ത് നോക്കണമെങ്കിൽ